ഈ പുള്ളി. എന്നിട്ട് ഈ പുള്ളിക്കാരന് ഇപ്പോഴിതാ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. അനീഷിനെ ഇതുവരെ വിമർശിച്ചുകൊണ്ടിരുന്ന അനീഷ് എന്തോ സ്ത്രീവിരുദ്ധനാണ്, അനീഷ് എന്തോ സ്ത്രീവിരുദ്ധ കാടി പോയിട്ട് അവിടെ ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ഒരു പുള്ളിക്കാരൻ ബൈബിളും എടുത്തോണ്ട് ബൈബിൾ വാക്യങ്ങളും എടുത്തോണ്ടൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ബൈബിളിൽ എവിടെയാണ് പറഞ്ഞത് സ്ത്രീവിരുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ബഹുമാനക്കേട് കാണിക്കണമെന്ന് ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അനീഷ് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇങ്ങേരുടെ കുറ്റം. അനീഷ് ഒരു നല്ല മനുഷ്യനായി പോയത് ഇങ്ങേർക്ക് ഒരു കുറ്റമായിരുന്നു. ഇപ്പോഴത്തെ ഇങ്ങേര് വന്നിട്ട് അനീഷിന് ഒരു 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ ആ കിട്ടിയ സമയത്ത് ഇങ്ങേര് അങ്ങ് പ്ലേറ്റ് മാറ്റി. ഇങ്ങേരൊരു നല്ല പിള്ള ചമയുകയാണ്. അപ്പൊ ഇങ്ങേര് പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതോടൊപ്പം തന്നെ ഇങ്ങേര് അനീഷിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കണ്ടേ. ഇങ്ങേര് നല്ല പിള്ള ചമഞ്ഞ് എന്തോ ഒരു നല്ല പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു പോകുന്നത് ആ കാര്യം ശരിയല്ല. എന്തായാലും ഇങ്ങേര് എന്തിനു വേണ്ടിയാണ് ഈ നല്ല പിള്ള ചമയുന്നത് എന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, നേരെ നമുക്ക് ഈ പറയുന്ന മുളക് തേച്ച പുള്ളിയിലേക്ക് പോകാം. ഓക്കെ, ഹായ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അത് സത്യമാണ്, നിങ്ങൾ ഇനി വീഡിയോ ഇടാതിരിക്കുന്നതല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, പെട്ടെന്നൊരു ആവശ്യം അങ്ങോട്ട് വന്നു. ആ ആവശ്യം എന്താണ്? ആ ആവശ്യമാണ് മക്കളെ കേൾക്കേണ്ടത്. വലിയ ആവശ്യം തന്നെയാണ്. ആഗ്രഹം ഇല്ല, പക്ഷെ ആവശ്യം അതുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്.